അസ്സലാമലൈക്കും, നമസ്കാരം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ മനോഹരമായിട്ടുള്ള വീടുകളല്ലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ ഒതുക്കത്തിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ചെലവ് കുറച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്രവട്ടം പുതുപ്പള്ളി കരിയങ്ങാട്ട് സൈനുദ്ദീൻ ആൻഡ് ഫാമിലിയുടെ വീടാണ് കേട്ടോ. വെറും 750 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഒതുങ്ങിയ ഡിസൈനിൽ എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വീട് ഏകദേശം 4.25 സെന്റ് സ്ഥലത്ത് 750 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള വീടാണെങ്കിലും എക്സ്റ്റീരിയർ ലുക്കിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ വീടിന്റെ ഷോവാളാണ് ഈ കാണുന്നത്. ഒരു പ്ലാസ്റ്ററിംഗ് വർക്കൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വിൻഡോനെ എടുത്ത് കാണിക്കുന്ന രീതിക്കും ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഷോവാളിന്റെ താഴ്ഭാഗം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഗാർഡൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് പ്ലാന്റ്സും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ലുക്ക് എന്തായാലും വേറെ ലെവൽ തന്നെ ആയിരിക്കും. ഈ വോളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ ഇല്ലേ, ആ ഒരു ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൂടാതെ ഈ ഒരു ഷോവാളിൽ വരുന്ന ആ ഒരു വിൻഡോനെ കൂടി എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ ഇതുപോലെ സ്പോക്ക് ലൈറ്റും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും വേറെ ലെവലായി. അപ്പൊ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അകത്തേക്ക് കയറില്ലേ. ഫ്രണ്ടിലായിട്ട് ഇതുപോലെ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് കുറച്ച് വലിപ്പത്തിൽ L ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ആ സ്റ്റെപ്പിലായിട്ട് ബോർഡറിലായിട്ട് ഗ്രാനൈറ്റും മറ്റു ഭാഗത്ത് മാർബോണൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. 254 176 സൈസിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിലായിട്ട് നോക്കിയാലും ബോർഡറിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം മാർബോണൈറ്റ് ആണ് കേട്ടോ വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇതേ ഒരു വശത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലറിലായിട്ട് ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വീടിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിലാണ് കേട്ടോ. നമ്മുടെ പില്ലറിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. സിറ്റിംഗ് ഏരിയന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 3 സീറ്റർ ചെയർ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ 3 സീറ്റർ ആണ് കേട്ടോ. ആ ഭാഗത്തെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൽ അകത്തേക്ക് കയറാനായിട്ടുള്ള മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഡോറാണ്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു അറബിക് ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. 501 254 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ഹോളാണ് കേട്ടോ ഈ കാണുന്നത്. സിമ്പിൾ ഡിസൈനിങ്ങിലാണെങ്കിലും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളാണ് കേട്ടോ ഇത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്നുള്ള പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ദിവാങ്കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് കാണുന്ന ആ ഒരു സിംഗിൾ വിൻഡോ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. നമ്മുടെ ദിവാങ്കോട്ടിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ആയിട്ട് ഒരു 2 ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോളിലെ ഫ്ലോറിലായിട്ടും മാർബോണൈറ്റിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ ആ ചെയറൊക്കെ ഇരിക്കുന്ന ഭാഗല്ലേ, ആ ഭാഗത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ ലൈറ്റ്സ് ഒക്കെ വന്നിക്കണേ. ഇനി ഇതേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ടേബിൾ തന്നെയാണ് കേട്ടോ. ചെയറൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന ചെയർസ് തന്നെയാണ്. ഇനി നമ്മുടെ ടേബിളിന്റെ നേരെ കാണുന്ന ആ ഒരു വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലൊരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. ഈ ഹോളിലെ സീലിംഗിലായിട്ട് നോക്കിയാലും ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ അകത്തേക്ക് വന്ന് ഇവിടുത്തെ ഹോളൊക്കെ കണ്ടില്ലേ. ഇവിടെ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് ലിവിങ്ങിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ആ കാണുന്ന ഡോറ് നമ്മുടെ കിച്ചണിന്റെ ഡോറാണ്. കൂടാതെ ഇവിടെ
ഇനി വാഷ് ബേസിൻ നോക്കല്ലേ, അതിന് മുന്നായിട്ട് ഇതേ സ്റ്റെയറിന് അടുത്തല്ലേ വാഷ് ബേസിന് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെയർ നോക്കാം. സ്റ്റെയറിന് ഹാൻഡ് റെയിലിംഗ് കൊടുത്തിട്ടില്ല കേട്ടോ. സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ബേസിൽ ഗ്രാനൈറ്റും മറ്റു ഭാഗത്ത് മാർബോണൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 സ്റ്റെപ്പ് ഇടവിട്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി സ്റ്റെയറിനോട് ചേർന്നുള്ള വാഷ് ഏരിയ നോക്കാം. അവിടെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അതിലായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മിററും സിമ്പിൾ ആയിട്ട് ഒരു വാഷ് ബേസിൻ ആണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഒരു വുഡൻ ബ്ലാക്ക് കളർ തീമിൽ ഡ്രോയറും വരുന്നുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതിനോട് ചേർന്നുള്ള ആ ഒരു ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. 290-275 സൈസിൽ വരുന്ന നമ്മുടെ ഈ ബെഡ്റൂമിൽ ഇത് ഈ ഒരു കോർണറിലായിട്ട് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് കോട്ടാണ്. നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളായിട്ട് 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ലേ. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ആ സ്പേസിലായിട്ട് ഒരു റെഡിമെയ്ഡ് അലമാരയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ്സും കൂടി വരുമ്പോൾ റൂമൊക്കെ നല്ല പ്രകാശമാണ് കേട്ടോ. നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് നോക്കാം. നമ്മുടെ ഈ ബാത്റൂം വന്നിട്ട് 170-107 സൈസിലാണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോസറ്റിന്റെയും ഷവർ ഏരിയന്റെയും ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയാലോ. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇതും. 290-275 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് കോട്ടാണേ. നമ്മുടെ കോട്ടിന്റെ സൈഡിലായിട്ടുള്ള ആ ഒരു വാളില് 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ആ കാണുന്നത് നമ്മുടെ ബാത്റൂം ആണ് കേട്ടാ. ഇനിയിപ്പോ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാൾഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും റെഡിമെയ്ഡ് അലമാരനെ സെറ്റ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ മൊത്തത്തിൽ കണ്ട പോലെ തന്നെ ഇവിടെയും സീലിംഗിലായിട്ടും ഇതുപോലെ ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. 170-170 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂം തന്നെയാണ് ഇത്. അപ്പൊ ഇനി അവസാനമായിട്ട് നമ്മൾ കിച്ചൺ നോക്കുകയാണെങ്കിൽ കിച്ചണിന്റെ ഡോറിന് മുകളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത്. ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡിൽ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഡോറാണ്. ഇനി നമ്മൾ ഈ കിച്ചണിലേക്ക് വരുമ്പോൾ 269-383 സൈസിൽ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. നമ്മുടെ കിച്ചണിലെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡോർ തുറന്ന് വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഈ റാക്കിലായിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ താഴ്ഭാഗത്ത് വരുന്നത്. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡബിൾ ഡോർ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ റാക്കില്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലാണ് കേട്ടോ വരുന്നത്. ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ അഡീഷണൽ ആയിട്ടൊരു സ്റ്റോർ റൂം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൺ അടിപൊളിയായിരിക്കും. അവിടെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസും വരുന്നത്. നമ്മുടെ ഡോറിന് നേരെ മുകളിലായിട്ടുള്ള ഭാഗത്തും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചണോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ അവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ചെറിയൊരു വാൾ പാർട്ടീഷൻ കൊടുത്തിട്ടാണ് കേട്ടോ അതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ വരുന്നത്. നമ്മുടെ അടുപ്പിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വിറക് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെയിലിംഗും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുപ്പിനോട് ചേർന്നത് ഇങ്ങനെ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ താഴ്ഭാഗം ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ റാക്കിന്റെ എൻഡിലായിട്ടാണ് സിങ്ക് വരുന്നത്. സിങ്കിന്റെ മുകളിലായിട്ട് തന്നെ പാത്ര സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു വീടൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.